എല്ലാ പുകഴ്ത്തലുകൾക്കും അടിമയായിട്ട് പാർട്ടിയിൽ ഒരു ഏകാധിപതിയെ പോലെ നിൽക്കുന്നത്. കാരണം അധികാരം മത്ത് പിടിപ്പിച്ച ഒന്നാം നിര രണ്ടാം നിര നേതാക്കൾ എന്ത് ചെയ്യണമെന്നറിയാതെ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. ഒന്നാം നിര നേതാക്കളെയും രണ്ടാം നിര നേതാക്കളെയും CPM-ൽ എടുത്തു കഴിഞ്ഞാൽ സമ്പന്നരാണ്, അതിസമ്പന്നരാണ്. 2014 മുമ്പുള്ള സാമ്പത്തിക ശേഷിയും ഇപ്പോഴത്തെ സാമ്പത്തിക ശേഷിയും പരിശോധിച്ചു കഴിഞ്ഞാൽ അധികാരം അവർക്കൊരു വരുമാന മാർഗമായി അവർ കൊണ്ടു നടന്നോ എന്നും താഴെ തട്ടിലേക്ക് കൂടി അതിന്റെ വ്യാപ്തി എത്തിയോ എന്ന് പോലും ജനങ്ങൾ സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഷൊർണൂർ ഉണ്ടാക്കിയ അപ്പം എറണാകുളത്ത് കൊണ്ടുപോയി വിറ്റ് ദിവസം 1750 രൂപ ഉണ്ടാക്കൂ എന്ന് പറയുന്ന പാർട്ടിയുടെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയെ പോലുള്ളവര്. അപ്പൊ പറച്ചിലൊന്ന് പ്രവൃത്തി വേറൊന്ന് എന്ന നിലയിലേക്കുള്ള പാർട്ടിയുടെ പോക്കിൽ അങ്ങേയറ്റം മനം നൊന്ത ഒരുപാട് പാർട്ടി പ്രവർത്തകർ മട്ടന്നൂരിൽ ശൈലജ ടീച്ചർക്ക് പോലും വോട്ട് മാറ്റി കുത്തി എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞിട്ടുള്ള ന്യായീകരണങ്ങളോട് പൊരുത്തപ്പെടാൻ എനിക്കാകുന്നില്ല. MK ഹരിദാസ് എങ്ങനെ ആയിത്തീരണം, CPM എങ്ങനെ ആയിത്തീരണം, ഇടതുപക്ഷം എങ്ങനെ ആയിത്തീരണം എന്നൊന്നും പറയാനൊന്നും ആളായിട്ടില്ല. അത് നമ്മൾ പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചോളൂ, അതല്ലെങ്കിൽ പാർട്ടി സംഘടനക്കകത്ത് ചർച്ച ചെയ്ത് കണ്ണൂർ ജില്ലയിലെ സഹാക്കൾ തീരുമാനിച്ചോളൂ. അത് എങ്ങനെ പാർട്ടി വേണം, നാളെ ആരായിട്ട് യോജിക്കണം എന്നുള്ളൊരു അഭിപ്രായമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു MK ഹരിദാസിന് അത്തരത്തിലൊരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ 100 MK ഹരിദാസന്മാർക്ക് അത്തരത്തിലുള്ള അഭിപ്രായം വരാതെ നോക്കേണ്ടത് ഒരു സാഹചര്യത്തിന്റെ ഒരു ആവശ്യമാണെന്ന് കൂടി അങ്ങ് മനസ്സിലാക്കുക. മൂന്നാമതും പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ, CPM എന്ന് പറഞ്ഞ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും ബലക്ഷയം വന്ന ഒരു വൃക്ഷമായി CPM നിലംപതിക്കാനുള്ള സാധ്യത ഏറെയാണ്. BJP-യിലേക്കാണ് ഈ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ ഒഴുക്കുണ്ടായത് എന്ന ആശങ്ക പ്രവർത്തന റിപ്പോർട്ടിൽ പങ്കുവെക്കുകയാണ്. എന്റെ മാധ്യമേ, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയില്ലാണ്ടായി പോയല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. CPIM എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേഡർ പാർട്ടിയാണ്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. വിമർശനാത്മകമായി സമീപിക്കേണ്ടതിന് വിമർശനാത്മകമായി സമീപിക്കുകയും സ്വന്തമായിട്ട് എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും ചെയ്യുന്നുള്ളത് സാധാരണ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും എല്ലാ ബ്രാഞ്ച് ഘടകങ്ങൾ തൊട്ട് ലോക്കൽ ഘടകങ്ങൾ തൊട്ട് എല്ലാ ഘടകങ്ങളിലും അത്തരം ഒരു പരിശോധന ഉണ്ടാവാറുണ്ട്. ഡയലോഗിന് ഒരു കുറവുമില്ല. CPM കേഡറിന്റെ ഒന്നും വോട്ട് എങ്ങും ചോർന്നു പോയിട്ടില്ല. CPM കേഡർമാരെ ഒരിക്കലും അങ്ങനെ മാറി ചിന്തിക്കുന്നവരല്ല. പക്ഷെ അനുഭാവി ഗ്രൂപ്പുകളുടെ ഇടയിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഉണ്ടായതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ മാധ്യമ പ്രചരണം, നീ പറഞ്ഞു വരുന്ന റൂട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. 5-6 മാധ്യമങ്ങൾ ഒരേ സമയം എന്ത് കാര്യം CPM-കാർ ചെയ്താലും അല്ലെങ്കിൽ ഭരണപക്ഷം ചെയ്താലും അല്ലെങ്കിൽ എന്ത് നടന്നാലും അതെല്ലാം ഒരാളുടെ പേരിൽ ആരോപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചണ്ഡമായ പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഇപ്പൊ ഒരു ചർച്ചയിൽ തന്നെ പങ്കെടുക്കുകയാണെങ്കിൽ അതിൽ 3 പേർ ചേർന്നിട്ട് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികനെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രതിനിധിയെ കടിച്ചു കീറുന്ന രീതിയിലേക്കുള്ള ഒരു മാധ്യമ വേട്ട കുറെ നാളുകളായിട്ട് പത്രങ്ങളായിക്കോട്ടെ ചാനലുകളായിക്കോട്ടെ. ഇതിപ്പോൾ മാധ്യമവേട്ടയല്ല, BJP വലിയ വളർച്ച നേടുകയാണ്. ഇതിനെതിരെ കടുത്ത ജാഗ്രത പാലിക്കണമെന്ന് പ്രവർത്തന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് അത് വെറുതെ പറയുന്നതല്ല. തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. പിണറായിയിൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം സ്ഥലത്ത് BJP-ക്ക് അവിടെ ഒരു പതാകകളോ കമ്മിറ്റിയോ അങ്ങനെ ഒരു സംവിധാനവും ഇല്ല എന്ന് താങ്കൾക്കറിയാമല്ലോ. പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിൽ BJP നേടിയ വോട്ടുകൾ എത്രയാണ് എന്നുള്ളത് അങ്ങേക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ നാണം കേട്ടല്ലോ. പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന പാർട്ടിയുടെ ഉരുക്കുകോട്ടകളിൽ കടന്നു കയറുകയാണ് BJP. അവിടെ CPM-ന് വലിയ സ്വാധീനമുണ്ട്. അവിടെ UDF-ന്റെ വോട്ടുകളല്ല, CPM-ന്റെ ഉരുക്കുകോട്ടകളിൽ നിന്നാണ് BJP-യിലേക്ക് ഇത്ര വലിയ വോട്ട് ചോർച്ച ഉണ്ടാകുന്നത്. അത് സ്വാഭാവികമായും നേതൃത്വത്തെ വിറളി പിടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. ഞാൻ വേണമെങ്കിൽ ആ കണക്കുകൾ കൂടി അങ്ങയുടെ മുന്നിലേക്ക് വെക്കാം. ബാക്കി പറയണ്ട. എന്താ പറഞ്ഞ ഇതിനകത്ത് കണക്കുകൾ പരിശോധിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന വോട്ടിംഗ് പാറ്റേൺ ആണ്. അതല്ലാതെ ഈ ഉരുക്ക് കോട്ടകളിൽ വിള്ളൽ വീണു അവിടെയെല്ലാം BJP അടിച്ചു കയറി വരുന്നു എന്തെങ്കിലും ഒരു ഭാഷ ക്ഷമിക്കുന്ന ഡോക്ടർ ബി ജയരാജ്, കണ്ണൂർ എന്ന് പറയുന്നത് CPM-ന്റെ പവർ ഹൗസ് ആണ്. ഒരു പൊളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായിട്ടുള്ള ഏക സംസ്ഥാനം. അവിടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെ ഭൂരിഭാഗം അംഗങ്ങളും കണ്ണൂരിൽ നിന്നുള്ളവരാണ്. തലയെടുപ്പുള്ള എല്ലാ നേതാക്കളും കണ്ണൂരിൽ നിന്നാണ്. പ്രമുഖ നേതാക്കൾ ഉൾപ്പെടുന്ന ജില്ല. അവിടെയാണ് ഇത്തരത്തിൽ വോട്ട് ചോർച്ചയുണ്ടായി എന്ന് ഞാൻ പറയുന്നത്. കണക്കുകൾ കൃത്യമായി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഡോക്ടർ ബി ജയരാജ് സംസാരിക്കുന്നത്. തെളിവുകൾ എന്റെ കൈവശമുണ്ട്. വോട്ട് ചോർച്ച എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പണ്ട് തൊട്ടേ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു പാറ്റേൺ വേറെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേറൊരു പാറ്റേണിലാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടെ ലോക്കൽ കാര്യങ്ങളൊക്കെ കയറി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വ്യത്യസ്തമാണ്.
അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും പാർട്ടിയുടെ സംവിധാനത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നവരാണ് കണ്ണൂരിലെ സഖാക്കൾ. ഇതിനെക്കുറിച്ച് വിജയമാഷ് നേരത്തെ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം തന്നെ ഒന്ന് വീണ്ടും തിരിച്ചു പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു മാറ്റവും ഇല്ലല്ലോ. അതെ, അവനവന് സ്വന്തമായിട്ടൊരു ശൈലി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. UDF-ഉം BJP-യും കൂടെ ചേർന്ന് കൊണ്ടിട്ടുള്ള ഒരു അറ്റാക്കിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള, അല്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊന്നും വോട്ടൊന്നും പോയിട്ടില്ല. ആകപ്പാടെ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രം കിട്ടിയ, ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് മാത്രം കിട്ടിയ ഒരു സ്ഥലത്ത്, ഒരു സംസ്ഥാനത്ത് ബാക്കി 18 സീറ്റുകളും UDF നേടുന്ന, അല്ലെങ്കിൽ ഒരു സീറ്റ് BJP നേടുന്ന ഒരു അവസരത്തിലേക്ക് ഉള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. ഡോക്ടർ ജയരാജ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ തന്നെ വളരെ കൃത്യമായി ഈ വോട്ട് വ്യത്യാസം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2019 പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ ആന്തൂരിലെ വിപ്ലവ മണ്ണാണല്ലോ മൊറാഴ എന്ന് പറയുന്നത്. 3 ഇരട്ടിയിലധികം വോട്ട് മൊറാഴ പോലെ ഒരു പ്രദേശത്ത്, അവിടെ പാർട്ടിക്ക് അപ്പുറത്തോട്ട് ഒരു സംവിധാനവുമില്ല. അവിടെയാണ് BJP ഇത്തരത്തിൽ 300-ലധികം വോട്ടുകൾ 3 ഇരട്ടിയിലധികം വോട്ടുകൾ സമാഹരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. പിണറായി വിജയന്റെ ബൂത്ത് എടുത്ത് നോക്കൂ. 2019 1376 വോട്ട് മാത്രം ഉണ്ടായിരുന്ന BJP 2715 വോട്ടിലേക്ക് എത്തുകയാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കരിവെള്ളൂർ, കല്യാശ്ശേരി പോലുള്ള പാർട്ടി ചെങ്കോട്ടകളിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആശങ്കയായി പറയുന്നത്. അപ്പോൾ കൃത്യമായി CPM-ന്റെ അടിത്തറ തകരുന്നു എന്ന കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. കാസർഗോഡ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കരിവെള്ളൂർ, കല്യാശ്ശേരി പോലുള്ള പാർട്ടി ചെങ്കോട്ടകളിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. കരിവെള്ളൂർ പാർട്ടിയുടെ അഭിമാന സ്തംഭമാണല്ലോ. അവിടെ എന്താണ് സംഭവിച്ചത്? കൃത്യമായി CPM-ന്റെ അടിത്തറ തകരുന്നു എന്ന BJP-യുടെ വിമർശനം ശരിവെക്കപ്പെടുകയല്ലേ? അതൊന്നും ഒരു ആശങ്കയല്ല, പാർട്ടി സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അതൊക്കെ റെക്ടിഫൈ ചെയ്യാവുന്ന കേസുകളേ ഉള്ളൂ. ഇതൊക്കെ റെക്ടിഫൈ ചെയ്യപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് ലഘൂകരിക്കുകയാണ് ഈ പാർട്ടി ഇത്ര വലിയ പതനത്തിലേക്ക് എത്തുമ്പോൾ ഡോക്ടർ B ജയരാജനെ പോലുള്ള ഇടത് നിരീക്ഷകർ. അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിഷയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാ. B ജയരാജ ആയാലും അസ്കർ ആയാലും ഇത്തരം ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അത് അവരുടെ പാർട്ട് ഓഫ് ഡ്യൂട്ടിയാണ് അവർ നിർവഹിക്കുന്നത്. അവർ പറയുന്നതിലെ അവർക്ക് അതിലത്തെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അതിലത്തെ യഥാർത്ഥ കാരണങ്ങൾ അവതാരികയായ നിങ്ങൾ പറയുന്നതാണെന്നൊന്നും ബോധമില്ലാതെയല്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നാളെ ഇപ്പൊ നമ്മുടെ B ജയരാജ് ഇപ്പൊ ഇവിടെ ഇങ്ങനെയല്ലാതെ ഇത് അങ്ങേയറ്റം പരിശോധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണ്? പിന്നീട് അദ്ദേഹത്തിന്റെ പേരിന്റെ അടിയിൽ നമുക്ക് ഇടതുപക്ഷ പ്രതിനിധി എന്ന് എഴുതി കാണിക്കാൻ പാർട്ടി സമ്മതിക്കുവോ? ഇല്ല. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തെങ്കിലും പാർട്ടിക്കുള്ളിലെ ജീർണതയെ കുറിച്ച് 2024 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വന്നപ്പോൾ MA ബേബി പറഞ്ഞത് പാർട്ടി പൂതലിച്ച അവസ്ഥയിലായി എന്നാണ്. അത് ഒരു കോൺഗ്രസ്സുകാരനും അല്ല, ഒരു BJP നേതാവും അല്ല ശ്രീ ജയരാജ് പറഞ്ഞത്. പൂതലിച്ച അവസ്ഥയിലായി പാർട്ടി എന്ന് പറഞ്ഞത്. ഇപ്പൊ താങ്കൾ ഇവിടെ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എന്ന്. പക്ഷെ കോൺഗ്രസിനുള്ളിലെ അന്തഛിദ്രവും അവർ തമ്മിലുള്ള അസ്വാരസ്യവും കോൺഗ്രസിലെ വോട്ട് ഇടതുപക്ഷത്തിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് രണ്ടാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ കയറാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് ഒരു വിലയിരുത്തൽ നടത്താൻ ഇതുവരെ നിങ്ങൾ തയ്യാറായിട്ടില്ല. സുന്ദരം വക്കീൽ എന്തോ തെറ്റിദ്ധരിച്ചിട്ട് പറയാ. ഒരു തെറ്റിദ്ധാരണ മോനെ, ശരിക്കുള്ള ധാരണ എനിക്കുള്ളൂ. ഒന്നാം പിണറായി വിജയന്റെ ഇടതുഭരണത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ജനങ്ങൾ ഉൾക്കൊണ്ടതിന്റെ പേരിലാണ് രണ്ടാമതും അധികാരത്തിൽ കയറിയത് എന്നൊരു ധാരണയാണ് നിങ്ങൾക്കുള്ളത്. ആ ധാരണ തെറ്റാണ് എന്നുള്ളതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ധർമ്മടത്ത് 30,000 വോട്ടുകൾക്ക് പരം ജയിച്ച ഒരു മുഖ്യമന്ത്രി അവിടുത്തെ വോട്ടുകള് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരന് വോട്ട് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകം വെറും ഒരു പാറ്റേൺ പറഞ്ഞിട്ട് തള്ളുന്ന ഈ നിസ്സാരവൽക്കരിക്കുന്ന രീതി തന്നെയാണ് പാർട്ടിയിലെ പ്രശ്നം. അതൊന്നും ഇവിടെ ആർക്കും അന്വേഷിക്കണ്ടല്ലോ. സമ്പൂർണ്ണ സോഷ്യലിസം ഒരു നാൾ തലച്ചുമടായിട്ട് കേരളത്തിൽ വരുമെന്നും എല്ലാവരും തുല്യരാകുമെന്ന് പറയുമ്പോഴും പാർട്ടി അണികളിലുള്ള അസ്വസ്ഥത കാണാൻ പാർട്ടി നേതാക്കൾക്ക് തയ്യാറല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ ഒന്നാം നിര നേതാക്കളെയും രണ്ടാം നിര നേതാക്കളെയും CPM-ൽ എടുത്തു കഴിഞ്ഞാൽ സമ്പന്നരാണ്, അതിസമ്പന്നരാണ്. ആ സമ്പന്നതയിൽ ഉള്ളുകൊള്ളുന്ന അണികൾ പാർട്ടിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പാർട്ടി നേതാക്കൾ ഒരു ശ്രമം നടത്തേണ്ട കാലം അതിക്രമിച്ചു എന്നുള്ള ബോധം ഈ കണ്ണൂരിലായാലും മറ്റു ജില്ലകളിലായാലും ഇല്ല എന്നുള്ള വസ്തുതയായി തന്നെ അവശേഷിക്കുകയാണ്. എന്താ അമ്മായി ഇത് ഇവിടെ ഇങ്ങനെയാ? അപ്പൊ പറച്ചിലൊന്ന് പ്രവൃത്തി വേറൊന്ന് എന്ന നിലയിലേക്കുള്ള പാർട്ടിയുടെ പോക്കിൽ അങ്ങേയറ്റം മനം നൊന്ത ഒരുപാട് പാർട്ടി പ്രവർത്തകർ മട്ടന്നൂരിൽ ശൈലജ ടീച്ചർക്ക് പോലും വോട്ട് മാറ്റി കുത്തി എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞിട്ടുള്ള ന്യായീകരണങ്ങളോട് പൊരുത്തപ്പെടാൻ എനിക്കാകുന്നില്ല. MK ഹരിദാസ് എങ്ങനെ ആയിത്തീരണം, CPM എങ്ങനെ ആയിത്തീരണം, ഇടതുപക്ഷം എങ്ങനെ ആയിത്തീരണം എന്നൊന്നും പറയാനൊന്നും ആളായിട്ടില്ല. അത് നമ്മൾ പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചോളൂ. അതല്ലെങ്കിൽ
പാർട്ടി സംഘടനയ്ക്കകത്ത് ചർച്ച ചെയ്ത് കണ്ണൂർ ജില്ലയിലെ സഹാക്കൾ തീരുമാനിച്ചോളും. ക്ഷമ പരീക്ഷിക്കരുത്, എല്ലാത്തിനും ഒരു അതിലുണ്ട്. CPM എന്ന് പറയുന്ന കോടിക്കണക്കിന് പേർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ടി എങ്ങനെ വേണമെന്നൊന്നും ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. എന്റെ ഒരു അനുഭവം പാർട്ടിയിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കാനുള്ള കാരണമാണ് ഞാൻ 2004 ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയത്. അത് എങ്ങനെ പാർട്ടി വേണം, നാളെ ആരായിട്ട് യോജിക്കണം എന്നുള്ളൊരു അഭിപ്രായമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു MK ഹരിദാസിന് അത്തരത്തിലൊരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ 100 MK ഹരിദാസന്മാർക്ക് അത്തരത്തിലുള്ള അഭിപ്രായം വരാതെ നോക്കേണ്ടത് ഒരു സാഹചര്യത്തിന്റെ ഒരു ആവശ്യമാണെന്ന് കൂടി അങ്ങ് മനസ്സിലാക്കുക. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്. ഈ സിദ്ധാർത്ഥന്റെ മരണവും ഇപ്പൊ ഈ നമ്മുടെ ADM-ന്റെ മരണത്തിന് കാരണക്കാരിയായി എന്ന് പറയുന്ന സ്ത്രീയുടെ വാഗ്ദോരണിയും അതുപോലെ തന്നെ P. ഷെറിനെ പുറത്തുവിടാൻ വേണ്ടി പാർട്ടി എടുത്തിട്ടുള്ള അപ്പൊ 3 സംഭവങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യം ചേർത്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കാര്യത്തിലും അങ്ങേയറ്റം അസഹിഷ്ണുതയുള്ള എല്ലാം കൂടെ ചേർത്താൻ പറയൂ. ഞാൻ താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ താങ്കൾ ഒരു മാന്യനായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തന റിപ്പോർട്ടിലേക്ക് എത്തിയപ്പോഴും അത് തിരുത്താൻ പാർട്ടി തയ്യാറാവില്ല. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അടിമുടി തിരുത്തൽ വേണമെന്ന് MV ഗോവിന്ദൻ തൊട്ട് ലോക്കൽ സെക്രട്ടറിമാർ വരെ പറഞ്ഞിട്ട് എന്ത് തിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്? ഒരു തിരുത്തലിനും പാർട്ടി തയ്യാറായിട്ടില്ല. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? എല്ലാ പുകഴ്ത്തലുകൾക്കും അടിമയായിട്ട് പാർട്ടി ഒരു ഏകാധിപതിയെ പോലെ നിൽക്കുന്നത്, അതിൽ എത്രയോ പാർട്ടി പ്രവർത്തകർക്ക് അങ്ങേയറ്റം അസഹിഷ്ണുതയുണ്ട് എന്ന് പോലും മനസ്സിലാക്കാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല. കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന കള്ളക്കൊയിലിനെ ആരും ഫീനിക്സ് പക്ഷി എന്ന് വിളിക്കാറില്ല. പാർട്ടി എങ്ങനെ വേണമെന്നൊന്നും ഒരു സാധാരണക്കാരായി MK ഹരിദാസൻ ഇവിടെ പറഞ്ഞിട്ടില്ലെന്ന് ഒരു പ്രാവശ്യം കൂടി ഞാൻ ഊന്നി പറയുകയാണ്. ഡോക്ടർ B. ജയരാജ്, ഇനി പറയൂ, നിങ്ങളുടെ മുഖ്യ ശത്രു ആരാണ്? കോൺഗ്രസ് ആണോ BJP ആണോ നിങ്ങളുടെ മുഖ്യ ശത്രു? ഞാനതെങ്ങനെ പറയും? എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാൽ മതി. ഫാസിസ്റ്റ് പാർട്ടിയുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഫാസിസ്റ്റ് സമീപനം എടുക്കുന്ന പാർട്ടികൾ തന്നെയാണ്. അതിനകത്ത് മുഖ്യ ശത്രുവായിട്ട് വരുന്നത് BJP തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. ഇവിടെ പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ 10-15 വർഷത്തേക്ക് ഇവിടെ കേരളത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യതയില്ലാത്ത, ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ കഴിയാത്ത പാർട്ടിയാണ് BJP എന്നാണ് നിരന്തരം നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോണ പറച്ചിലല്ലേ തന്റെ തൊഴിൽ തന്നെ. നിരന്തരമായി കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും കോൺഗ്രസിന് വോട്ട് മറിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു കേരളത്തിലെ BJPക്ക്. നിന്റെ വർത്താനം കുറച്ച് ഓവറാവുണ്ട് കേട്ടോ കുഞ്ഞിരാമ. ഒരു പൊടിക്കടങ്ങിക്കോ. മുഖ്യ ശത്രു CPM ആണ് എന്ന് കണക്കുകൂട്ടി CPM-കാരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം, ഒരൊറ്റ പച്ചത്തുരുത്ത് മാത്രമേ ഉള്ളൂ, ഇവിടെ കൂടെ തുടച്ചു നീക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവിധ മുതലാളിത്ത ശക്തികളും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിന്റെ കൂടെ നിൽക്കാതെ അവരവരുടെ വോട്ട് വാങ്ങി ജയിക്കാനുള്ള ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ വിഷയമൊന്നും ഉണ്ടാവില്ല. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. അങ്ങനെ ഒരു ചോർച്ച ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ചർച്ച നടക്കും. അതിനകത്ത് പറഞ്ഞതുപോലെ വിമർശനവും സ്വയം വിമർശനവും ഉണ്ടാവും. എന്തെല്ലാം തിരുത്തണം അതെല്ലാം വന്നിട്ട് പബ്ലിക്കിന്റെ അടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി വേദികളിൽ അത് ചർച്ച തിരുത്തേണ്ട വിഷയങ്ങളിൽ ഒരു തിരുത്തലും വരുത്തിയിട്ടില്ല. അങ്ങനെ പറയരുത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ സമ്മേളനം. പക്ഷേ ദിവ്യയുടെ കാര്യത്തിൽ എന്താണ് ചെയ്തത്? ദിവ്യയെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന നിലപാടെടുത്തു. അപ്പോൾ ഇരട്ടത്താപ്പ് ഈ വിഷയത്തിലുണ്ട്. ഇതൊക്കെ അവിടെ നാട്ടുകാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് പാർട്ടിയും അംഗീകരിക്കുന്നുണ്ട്. അനവസരത്തിലായി പോയി വിളിക്കാത്തൊരു സ്ഥലത്തിൽ പോയി സംസാരിച്ചു എന്നുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷണം നടന്നു. പിന്നെ അവർ ഡ്രാക്കുളയാണ്, അവർ പറഞ്ഞതുകൊണ്ടാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത്. ഈ പറഞ്ഞ കണക്കൊരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെങ്കിൽ അങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനുള്ളതേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥ അനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. ദിവ്യയെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ പുറത്തു വന്ന് MV ജയരാജൻ അടക്കമുള്ള നേതാക്കൾ, MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ എന്താണ് ദിവ്യയുടെ കാര്യത്തിൽ ചെയ്തത്? പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറയുന്ന അവസാനമാണോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇതെന്താ ഇത്ര പെട്ടെന്ന് അപ്സെറ്റ് ആകുന്നത്? പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറയുന്ന ആ റിപ്പോർട്ട് ചർച്ചയുടെ മേലിലാണ് തീരുമാനം എടുക്കുന്നത്. അല്ലാതെ പ്രവർത്തന റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ടാണെന്നുള്ള രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. ഒരു പ്രവർത്തന റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചർച്ച നടക്കും. അതിനകത്ത് എതിരഭിപ്രായങ്ങളും ഉണ്ടാകും, CPM-ന്റെ സംവിധാനമോ ഒരു തീരുമാനത്തിൽ പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറയുന്ന ഫൈനൽ വേർഡ് അല്ല. സമ്മേളന നടപടികളോ പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറയുന്ന ഫൈനൽ റിപ്പോർട്ട് അല്ലാതെ ചർച്ചയ്ക്ക് വേണ്ടി എന്തിനാ മാധവ നീ ഇതിന്റെ പേരിൽ കിടന്ന് തുള്ളണത്? വളരെ കൃത്യമായി അറിയാം. വേണ്ടി വെക്കുന്ന ഡോക്യുമെന്റ് ഞാൻ ഈ ഇരട്ടത്താപ്പാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഡോക്ടർ ജയരാജ്, ഞാൻ ഇരട്ടത്താപ്പാണ് ദിവ്യയുടെ കാര്യത്തിൽ പാർട്ടി എടുത്ത ഇരട്ടത്താപ്പാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഇത് നേരത്തെ ആകാമായിരുന്നല്ലോ. ഇരട്ടത്താപ്പില്ല. പ്രവർത്തന റിപ്പോർട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആളുകളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ പ്രവർത്തന റിപ്പോർട്ട് വെക്കണ്ടേ? പ്രവർത്തന റിപ്പോർട്ടിൽ എന്ത് വെക്കണമെന്ന് മാധ്യമങ്ങളാണ് അജണ്ട തീരുമാനിക്കുന്നത്. അത് ശരി. പ്രവർത്തന റിപ്പോർട്ടിൽ ഈ പരാമർശങ്ങളൊക്കെ ഇടം പിടിക്കുന്നതിന്റെ സാഹചര്യം ഒക്കെ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതിൽ വളരെ കൃത്യമായ ഒരു ഇരട്ടത്താപ്പ് CPM ജില്ലാ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. എനിക്ക് മനസ്സിലാകുന്നില്ല.
ഞാനൊരു നല്ല കാര്യം ചെയ്യുമ്പോ അതിന് താങ്ക്സ് വേണ്ടെന്ന് വരാം. നല്ല കാര്യങ്ങളൊന്നും ഞാൻ കൂടെ തോന്നണ്ടേ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരികയാണ് ചെയ്തത്. അപ്പൊ ജനങ്ങൾക്കറിയാം ഇതിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് വേറെ രീതിയിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് വേറെ രീതിയിലും അതുപോലെ നിയമസഭയെ വിലയിരുത്തുന്നത് വേറെ രീതിയിലാണ്. കേട്ട് ഞാൻ മടുത്തു. ഈ കണ്ണൂർ ഒഴികെ ബാക്കി ജില്ലകളിൽ ഈ പറയുന്ന സിദ്ധാന്തം ഒരുപക്ഷെ പ്രാവർത്തികമായിട്ടുണ്ടാകാം എന്ന് വിശ്വസിക്കാം. ഞാൻ അത്തരത്തിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ കണ്ണൂർ പോലെ പാർട്ടിയുടെ പവർ ഹൗസിൽ ലോക്സഭയും നിയമസഭയും ഒക്കെ നോക്കി മാത്രം വോട്ട് ചെയ്യുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് കണ്ണൂരിൽ എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഡോക്ടർ ബി ജയരാജ്, ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കാട്ടുകളെ മൂന്നാമതും പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ, CPM എന്ന് പറഞ്ഞ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും ബലക്ഷയം വന്ന ഒരു വൃക്ഷമായി CPM നിലം പതിക്കാനുള്ള സാധ്യത ഏറെയാണ്. കാരണം അധികാരം മത്ത് പിടിപ്പിച്ച ഒന്നാം നിര രണ്ടാം നിര നേതാക്കൾ എന്ത് ചെയ്യണമെന്നറിയാതെ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. ഞാനോ? അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? അതാണ് പുളു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒന്നാം നിര രണ്ടാം നിര നേതാക്കളുടെ 2014 മുമ്പുള്ള സാമ്പത്തിക ശേഷിയും ഇപ്പോഴത്തെ സാമ്പത്തിക ശേഷിയും പരിശോധിച്ചു കഴിഞ്ഞാൽ അധികാരം അവർക്കൊരു വരുമാന മാർഗമായി അവർ കൊണ്ടു നടന്നോ എന്നും താഴെ തട്ടിലേക്ക് കൂടി അതിന്റെ വ്യാപ്തി എത്തിയോ എന്ന് പോലും ജനങ്ങൾ സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. എല്ലാ അവതാളത്തിലാവും. തൽക്കാലം മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി. BJPയുടെ വളർച്ച കൊണ്ടോ കോൺഗ്രസിൽ അന്തചിത്രം കൊണ്ടോ CPM എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാക്കാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് പറയോ? ഈ അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ വരുമാന മാർഗമായി നേതാക്കൾ ചിത്രീകരിച്ച് കൊണ്ടു നടക്കുമ്പോൾ ഇതിനെ നെഞ്ചോട് ചേർത്തിട്ടുള്ള ഒരുപാട് പാവങ്ങളുണ്ട്. ഈ നുണയം പറയുന്ന വിശ്വസിച്ച് നടക്കല്ലേ? അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടല്ലോ. ഷൊർണൂർ ഉണ്ടാക്കിയ അപ്പം എറണാകുളത്ത് കൊണ്ടുപോയി വിറ്റ് ദിവസം 1750 രൂപ ഉണ്ടാക്കൂ എന്ന് പറയുന്ന പാർട്ടിയുടെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയെ പോലുള്ളവര് മാറിയ ഏർപ്പാടെന്നോണം പറയാം. Zimam zimam bing bing boo, tum tum sastena se, taar chimuk gayi chhati se. Zimam zimam bing bing boo.